നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെൻ്റെ കുറച്ച് സാരിയെ കാണിക്കുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ബഡ്ജറ്റ് റേറ്റിലുള്ള ബനാറസി സാരീസാണ്. ഇതിൻ്റെ നല്ല പ്രീമിയം റേറ്റ്, ഭയങ്കര റേറ്റ് എന്നല്ല, ഒരു 3000 അന്ന് എൻ്റെ ഓർമ്മ 3000 എബോ 4000 ബിലോ ടു 4000 സാരി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് വന്നുകൊണ്ടിരുന്നത് കോൺട്രാസ്റ്റാണ്. ബോഡിക്കും ബോർഡറും തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു കാണിക്കുക. അപ്പം ആ ടൈപ്പ് തന്നെ സാരിയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് അതിൻ്റെ പാതി എന്ന് വേണമെങ്കിൽ പറയാമെന്ന്, എൻ്റെ കൃത്യം ഒന്നും ഓർമ്മയില്ല. എന്നാണെങ്കിലും ബിലോ 4000 ആണ്. പക്ഷേ ഇത് ആ റേറ്റും വെച്ച് നോക്കുമ്പോൾ ആ സാരിക്ക് ഞാൻ പറഞ്ഞു വന്നതിന് വൻ ഡിമാൻഡായിരുന്നു. എപ്പോഴും ആ സാരിയുടെ ഫോട്ടോ ഇട്ടിട്ട് ആ സാരി ഇനി വരുമോ, ആ സാരി ഉടനെങ്ങാനും വരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതെന്തുകൊണ്ടോ കിട്ടിയില്ല, അത് തന്നെ പിന്നെയും വന്നില്ല. അപ്പം അതുമായിട്ട് നല്ല സാമ്യതയുള്ള എന്നാൽ റേറ്റ് വളരെ പകുതിയുള്ള ബനാറസി സാരിയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഈ നമ്മുടെ ബ്ലാക്ക് മെറ്റൽ ഒക്കെ ആഭരണങ്ങളിലൊക്കെ ആ ഒരു ബ്ലാക്ക് സെറി ബോർഡറാണ്, വീവിങ് ആണ് വന്നിരിക്കുന്നത്. ബോർഡർ മാത്രമല്ല, ബോഡിയിൽ ഇങ്ങനെ ബുട്ടാസുണ്ട്. ഇതുണ്ടോ ഇന്ന ഭംഗിയാണ് നോക്ക്. അതും ഈ കളറ് ബാൻഡ് ഓറഞ്ച്, തനി ബാൻഡ് ഓറഞ്ച്, കറക്റ്റ് ബാൻഡ് ഓറഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ കളറ് പറയുള്ളൂ. ഇതാണ് കറക്റ്റ് ബാൻഡ് ഓറഞ്ചിൻ്റെ ആ ഹിറ്റായിട്ടുള്ള കളറ്. പിന്നെ ഇതിൻ്റെ ഒത്തിരി വേർഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏത് കളറിനാന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ ഇത് വരുമല്ലോ, ചേഞ്ചസ് വരുമല്ലോ, മീൻസ് കളർ ചേഞ്ചസ് മിക്സഡ്. ഇപ്പോൾ പീച്ച് എന്ന് പറഞ്ഞൊരു കളർ എടുത്ത് നോക്കിയാൽ ഇപ്പം ഞാൻ ഇതിനെ നോക്കിയിട്ട് ഇത് പീച്ചാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വേള തോന്നും ഇത് പീച്ചാണോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന മഞ്ഞയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ, ഇത് ഓറഞ്ച് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഒരു കൺഫ്യൂഷൻ തോന്നും അല്ലേ. അതുപോലെ വൈറ്റ് എന്ന് പറയുന്ന കളറിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പല വൈറ്റ്, ഇപ്പോൾ ബോട്ടർ ഷോളും കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വൈറ്റ് ചേരുന്ന ഒരു ബോട്ടം വേണമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ബോട്ടവും ടോപ്പും തമ്മിൽ നല്ല വ്യത്യാസം കാണും. എന്ന് പറഞ്ഞ പോലെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതാണ് ശരിക്കും ബാൻഡ് ഓറഞ്ച് എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. കണ്ടോ മുന്താണി നോക്കുക. നിങ്ങൾ ഇതിൻ്റെ റേറ്റും കൂടെ, റേറ്റ് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, 1299 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ റേറ്റിന് പ്യുവർലി നിങ്ങൾക്ക് 101% നല്ല സാരിയാണ്. ഇതാണ് മുന്താണി. ഇനി ഇത് കാണിച്ചു തരാം, ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസ് വന്നിട്ടുണ്ടല്ലോ സെയിം തന്നെയാണ്, റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. അതിന് വേണമെങ്കിലുണ്ടല്ലോ ഈ ബ്ലാക്ക് സെറി ബോർഡർ, അതായത് ഇതിന് വരുമ്പോൾ ശരിക്കും ഈ ബ്ലാക്ക് സെറി ബോർഡർ വരും, ബ്ലാക്ക് സെറി ബോർഡർ അല്ല, ഈ വീവിങ് വരുമ്പോൾ ഒരു ബ്ലാക്കിൻ്റെ ഒക്കെ സ്ലബ് സിൽക്കിൻ്റെ ബ്ലൗസ് എടുത്ത്, അല്ലെങ്കിൽ ആഷില്ലേ ഡാർക്ക് ആഷ് ബ്ലൗസൊക്കെ എടുത്തിരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുക. അറിയില്ല, നിങ്ങൾ നോക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യുക. എന്താണേലും ഈ വിലയ്ക്ക് ഈ സാരി വളരെ നല്ലതാണ്. ഇതാണ് മുന്താണി കണ്ടല്ലോ, കറക്റ്റ് കളറാണ് കിട്ടുന്ന വീഡിയോയിൽ. ഇനി ബോഡി കാണിച്ചു തരാം കേട്ടോ. ആർക്കും ചേരുന്ന, ആർക്കും അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബനാറസി സാരി ഉണ്ടോ. ഞാൻ രസം നോക്കുക, നല്ല സ്റ്റാൻഡേർഡാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും. ഇതിൻ്റെ ബോഡിയിലെ ബൂട്ടാസ് ആണെങ്കിലും ബോർഡർ ആണെങ്കിലും എല്ലാം ഒന്നും ഓവറല്ല, എന്നാൽ ഒട്ടും ഒന്നും കുറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ ഇത് ഇത് പോരെ എന്ന് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. എന്നാൽ നമുക്ക് തോന്നും ഞാൻ ഇച്ചിരി ഓവറാണോ, എൻ്റെ അത്രേ അടുത്ത ആൾക്കാരുടെ പ്രോഗ്രാം അല്ലല്ലോ, അപ്പം ഞാൻ ഇതിന് പോകുമ്പോൾ ഓവറാണോ, അതും എനിക്ക് തോന്നത്തില്ല. എങ്ങനെയുണ്ട് എന്നെ കണ്ടുപിടുത്ത് അല്ലേ. അങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് പല ഒക്കേഷൻസിനും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ എടുക്കും, നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കും, എന്നിട്ട് കബോർഡിനുള്ളിൽ വിശ്രമം കൊടുക്കും, ആർക്കും ഇല്ലാതെ പോവുകയും ചെയ്യും. കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റണ്ടേ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ. അടുത്തത് ഇത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ മാമ്പഴ യെല്ലോ മിക്സ്. തനി മാമ്പഴ യെല്ലോ എന്ന് ഞാൻ പറയത്തില്ല, ഇതിനൊരു മസ്റ്റാർഡ് യെല്ലോയുടെയും കൂടെ മിക്സ് ഉണ്ട്. ഇത് കണ്ടോ, ഓക്കെ, ഇതാണ് കളറ്. എന്താണ് വന്നിട്ട് ചെയ്യണ്ടേ, എങ്ങനെ. ബ്ലൗസ് സെയിം തന്നെയാണ്. ഇപ്പോൾ ബ്ലൗസ് ഓരോ പ്രാവശ്യം കാണിക്കണ്ടല്ലോ, ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. ഇത് തന്നെയാണ് ബ്ലൗസ്. നിങ്ങൾക്ക് ഈ ബ്ലൗസ് ആ റണ്ണിങ് ബ്ലൗസ് ഇട്ടാലും നല്ലൊരു ചന്തമാണ്. അതിന് ചേരുന്ന ഒരു ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇനി അഥവാ അതിഷ്ടമില്ല, ചിലർക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നതിനാണ് അതിഷ്ടം, അങ്ങനെയെങ്കിൽ നല്ല ഡാർക്ക് ആഷിൻ്റെ സ്ലബ് സിൽക്കിൻ്റെ ഒരു ബ്ലൗസ് എടുത്താൽ മതി. കണ്ടോ നല്ല കളറ് തോന്നിക്കും കേട്ടോ. ഇത് ഏത് കളർ ടോണിലുള്ളവർക്ക് നല്ല കളറ് തോന്നിക്കുന്ന ഒരു കളറാണ് ഇത്. ഇതും അതെ ബാൻഡ് ഓറഞ്ച് വരെ.
അതായത് വേണ്ട ഓറഞ്ച് എന്നും പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ നടക്കുന്നതിൻ്റെ കാര്യമാണ്. എനിക്കാണെങ്കിൽ ഞാൻ ഓർക്കുമായിരുന്നു എന്തുവാ പക്ഷെ ആ കളർ കാണുമ്പോൾ ആർക്കാ ഇഷ്ടപ്പെടാത്തല്ലേ. ഇത് അടുത്തത് റാണി പിങ്ക്. ഇച്ചിരി കളർഫുള്ളൊക്കെ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കാം, ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം എങ്കിൽ ഇതിന് നല്ല ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സ് നിങ്ങൾ വാങ്ങിക്കണേ, എന്നിട്ട് ഇടണം, നല്ല രസമായിരിക്കും. പിന്നെ ഇത് കൊണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ എന്നെ എടുക്കണോ, ഇത് നല്ല പക്കായിട്ട് നമുക്ക് ചുരിദാർ തയ്ക്കാം. ഇപ്പോൾ ബനാറസിയുടെ എല്ലാം എന്തോരം ചുരിദാർ ഇറങ്ങുന്നുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ കുർത്തിയുടെ ടോപ്പ് മാത്രം അടിച്ചാൽ മതി. എന്നു പറഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കും. പക്ഷെ ബനാറസിക്ക് ഒരിക്കലും മോഡൽ പോകത്തില്ല നമുക്ക്. പക്ഷേ ഈ കളറ് നമ്മളെല്ലായിടത്തും അവിടെ കൊണ്ടുപോയതല്ലേ, മമ്മിയുടെ മോടെ കല്യാണത്തിന് കൊണ്ടുപോയതല്ലേ, ചിറ്റയുടെ മോടെ കല്യാണത്തിന് പോയതല്ലേ, വലിയ ആൻറ്റിയുടെ മോടെ കല്യാണത്തിന് പോയതല്ലേ, ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളത് എടുക്കത്തില്ല. അപ്പോൾ ഇതിനടുക്കും ചുരിദാറായിട്ട് അവതരിപ്പിക്കും അല്ലേ. വേറൊരു ഷോളിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തതൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല കേട്ടോ എന്നും പറയും. എന്നാ രസമാണ് നിങ്ങൾ, നല്ല നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ടുള്ള നല്ല എലഗൻറ്റ് ക്ലാസ് ലുക്ക് തരുന്ന ആ മുന്താണിയുടെ വീവിങ് നിങ്ങൾ നോക്ക്. റേറ്റും കൂടെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 1299 ബനാറസി, സെമി ബനാറസി. പ്യുവർ ബനാറസി എന്നൊന്നും ഞാൻ പറയുന്നില്ല, സെമി ബനാറസി. പ്യുവർ ബനാറസി ഒന്നും 1299. ഇടയ്ക്ക് കയറ്റി ഒന്ന് മെത്തിട്ട് കാണിച്ചിട്ട് ചിലർ എന്നോട് പറയുമെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ബോഡിയിലൊന്ന് വെച്ച് കാണിക്കണം. ഞാൻ ഒന്നാമത് ഇരുന്നോണ്ടും കൂടെ അല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പം വെച്ചെങ്കിലും കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്, ഓരോ കളർ എങ്ങനെ വരും എന്നറിയാനായിരിക്കും. അതാ ഇടയ്ക്ക് മറന്നുപോയി, ആദ്യം മറന്നുപോയി. നിങ്ങളോർക്ക് നിങ്ങളെ ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ പെണ്ണൊന്നും ആരും തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് വൃത്തിയാണ്. നേവി ബ്ലൂവേ വരുമ്പം ഇതിന് ഒരു എടുപ്പുണ്ട്. ഈ ഒരു ബ്ലാക്ക് സെറിക്ക് ചില കളറേ വരുമ്പം എടുപ്പുണ്ട്. അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അതിഷ്ടമില്ല എനിക്ക് അങ്ങനെ എടുത്ത് നിൽക്കണ്ടെന്നാണെങ്കിൽ വേറെ കളേഴ്സ് ചൂസ് ചെയ്യാം. കണ്ടോ, അയ്യോ അതൊന്നും ശരീരത്ത് വെച്ച് കാണിച്ചില്ല. അത് കാണിച്ച് സാധനം എടുത്തു കഴിഞ്ഞാലേ നമുക്കത് അന്നേരം എടുത്ത് അത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഇങ്ങനെ നമ്മൾ ചുരുട്ടി വിടാനൊരു മനസ്സ് അനുവദിക്കുന്നില്ല. ദേ കണ്ടോ, മുന്താണി നോക്ക്, എല്ലാ രസവും നിങ്ങൾ നോക്കാം. മുന്താണിയുടെ ഭംഗി മുഴുവൻ ഈ ഒരു കളറിൽ കറക്റ്റായിട്ട് എടുത്തറിയാമെന്ന് എനിക്ക് തോന്നുക. നേവി ബ്ലൂ നല്ല ലുക്കാണ്. വെറും 1299 റേറ്റ് ഉള്ളൂ. എടുത്തെടുത്ത് പറയുന്നത് എന്നാണെന്നറിയോ, 1299 എന്ന് പറയുന്ന റേറ്റിൽ ഇത് 101% വർത്താണ്. നിങ്ങളുടെ ആർക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി പറയും, ചില സാരികൾക്ക് ഞാൻ അങ്ങനെ പറയും 100% ഞാൻ ഗ്യാരണ്ടി ചെയ്തു. നിങ്ങൾ ആർക്കും ഇത് ഇഷ്ടപ്പെടാതെ പോകത്തില്ല എന്നെനിക്ക്. പിന്നെ അത്രമേൽ മനുഷ്യരുമായിട്ട് പൊരുത്തപ്പെടുകയില്ലാത്ത ആൾക്കാർക്ക് അത് എനിക്കറിയത്തില്ല, അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്നത്, ഇത് നീലയാണോ പച്ചയാണോ? പച്ചയോ നീലയല്ലേ? ഇതിന് പച്ച എന്നല്ല ഞാൻ പറയുള്ളൂ, രാമാഗ്രീനാണെന്നാണ് ഞാൻ പറയാം. ലൈറ്റ് പൊന്മാൻ നീലയുടെ ഒക്കെ ഒരു കളറാട്ടോ. രാമാഗ്രീൻ എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, എന്നാൽ പൊന്മാൻ സഫയർ ബ്ലൂ എന്ന് പറയത്തില്ലേ, ആ ഒരു കളറാണെന്നാണ് എൻ്റെ ഇത്. ഇവിടെ നിൽക്കുന്നവർ പറയുന്നു പച്ചയാണ്. നിങ്ങൾ സ്ക്രീനിൽ ഏത് കളർ കാണുന്നു അതാണ് കളർ. ഇത് ഒരു പൊന്മാൻ നീലയുടെയും രാമാഗ്രീൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളറാണെന്ന് എനിക്ക് തോന്നുന്നത്. മുന്താണി ബ്ലൗസ് കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് സെയിം തന്നെയാണ്. ബ്ലൗസ് സാരിയുടെ റണ്ണിങ് തന്നെയാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. ഒറ്റ കളറും കൂടി ഉണ്ട്, നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ചേച്ചി. കണ്ടോ, ബോട്ടിൽ ഗ്രീനിന് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്. അതിന് ഓരോ ആൾക്കാരുടെ ഒരു ഇതുപോലെയാണ്. ചിലർക്ക് നല്ലതായിട്ട് ചേരും, ചിലർക്ക് അത്ര ചേരത്തില്ല. ചിലർ എടുത്തു കഴിഞ്ഞാൽ നല്ല എടുപ്പാണ്, നല്ല രസമല്ലേ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാരിയിൽ. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഇത് ഫുള്ള് ഈത്തെ കാണുന്ന മുന്താണിയാട്ടെ, ഇതിൻ്റെ ബുട്ടാസാട്ടെ എല്ലാം വീവിങ് ആണ്, ഒന്നും പ്രിൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് തോന്നില്ല. എന്നാൽ പോലും സിൽക്ക് അല്ലേ, നിങ്ങൾ ഡ്രൈ വാഷിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡ്രൈ വാഷിന് കൊടുക്കുന്നതാണ് നല്ലത്.
ഒരു കാരണവശാലും സ്വന്തമായിട്ട് സ്പിൻ ചെയ്തൊന്നും വാഷ് ചെയ്യരുത്. അതുപോലെ കെയർഫുള്ളായിട്ട് സ്വന്തമായിട്ട് വാഷ് ചെയ്യാമെങ്കിൽ ചെയ്തു, സ്വന്തം റിസ്കിൽ ചെയ്യണം. ഒരു ഡ്രൈ വാഷിന് കൊടുക്കുന്നത് കൊണ്ട് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ആദ്യം കുറേ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന് ഉടുത്തിട്ട് തണലത്ത് കൊണ്ട് കുറച്ച് സമയം വിരിച്ചിട്ടിട്ട് നല്ലതായിട്ട് മടക്കി അയൺ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അത്രമേൽ മുഷിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ വാഷിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഡ്രൈ വാഷ് ഉള്ളിന്നൊന്നും പറഞ്ഞൊന്നും വന്നിട്ടില്ല, എന്നാലും സിൽക്കല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ സാരീസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. പക്ഷെ ചിലർ എന്തായാലും ചോദിക്കും എന്തുകൊണ്ടാണ് ഇതെങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ വാഷിംഗ് എന്ന്. ഇത് പിന്നെ ഇതാ ഞാൻ പറഞ്ഞു, ഇത് മുഴുവൻ വീവിങ് ആയതുകൊണ്ട് അതേസമയം പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇളകുമോ, കളർ ഇങ്ങോട്ട് കയറി പിടിക്കുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിരുന്നു. ഇത് പക്ഷേ വീവിങ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേഗം തന്നെ വാങ്ങിച്ചോളുക. ഞാൻ ഗ്യാരണ്ടിയാണ് ഈ സാരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എനിക്ക് അത്രമേൽ കോൺഫിഡൻസ് ഉണ്ട്. ഇത്രയും റേറ്റിന് ഇത്രയും നല്ല സാരി എന്ന് പറയുന്ന ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്. ഇത് ഡിസ്കൗണ്ട് റേറ്റ് ഒന്നുമല്ല, ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് തന്നെയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഗീവ് അവേയുടെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാം കേട്ടോ. കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ കണ്ടെത്താൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.